കാട്ടിലെ പുളി പറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരു യാത്ര പോവുകയാണ്. പോണ വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കുളിക്കാൻ നല്ല വെള്ളമുണ്ട്. കാട്ടിലെ പുളിയുടെ അടുത്തത്തെ ഇച്ചിരി പ്രയാസമാണ്. കുറച്ച് കാടും മലയൊക്കെ താണ്ടണം. ഇല്ലാത്തടത്തൂടെയൊക്കെ വഴിയുണ്ടാക്കി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയി. കുന്നും മലയൊക്കെ താണ്ടി മുകളിലെത്തി. ഏതോ ഭൂതത്തിനും പിടിച്ചടച്ചൊരു കുടം കിട്ടി. പക്ഷെ ഭൂതം അതിൻ്റെ അതില്ല. ഇതാണ് നമ്മുടെ കാട്ടിലെ പുളി. കാട്ടിലെ പുളി നിൽക്കുന്ന ഒരു വീട്ടിൻ്റെ അടുത്താണ്. പുളിയിൽ ഇലയൊന്നും ഇല്ല, പക്ഷെ ഒരുപാട് പുളിയുണ്ട്. പുളി പറിക്കാൻ വേണ്ടി ചെരുപ്പിട്ടുകൊണ്ട് ചാടി പുളി കയറിയ എൻ്റെ ചെരുപ്പ് പൊട്ടി 3 കയറി ഉടനെ ഒരെണ്ണം ഞാൻ പറിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. പേടിച്ചില്ല സാധനം. പുളിയുടെ വണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ശേഷം ഒരു വലിയ പുളി പറിച്ച് ഞാൻ എൻ്റെ ക്യാമറമാൻ അറിഞ്ഞു കൊടുത്തു. എല്ലാവർക്കും വേണ്ട പുളി പറിച്ചതിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി. എൻ്റെ ചെരുപ്പിന്റെ പാർട്സ് എല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് പറക്കിയെടുത്തു. ചെരുപ്പിന്റെ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ അപ്പുറം സൈഡിൽ ഇരിക്കുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കുറച്ച് അവിടെയൊക്കെ നടന്നപ്പോഴേക്കും എന്തിന്റെയോ ഒരു എല്ലും കഷ്ണം കിട്ടി. ഒന്നല്ല, കുറെ എല്ലും പല്ലും എല്ലാം കണ്ടിട്ട് പന്നിയുടേതാവാനാണ് സാധ്യത. നല്ല വെയിലും ചൂടുമുണ്ട്. ഇവിടെ പഴയ ഒരു വീടുണ്ടായിരുന്നു, അതെല്ലാം പൊളിഞ്ഞു പോയി. ഇനി ആകെ ബാക്കിയുള്ള ഈ ഭിത്തി മാത്രമാണ്. അത് മാത്രം ഇനി എന്തിനാ അവിടെ വെച്ചേക്കണേ എന്നും പറഞ്ഞ എന്റെ മുതലാളി എന്നെ തള്ളി താഴെ ഇട്ടു. പണിയെടുത്തതല്ലേ, ഇനി ഒന്ന് കുളിക്കണം, തിരിച്ചിറങ്ങാം. നടന്ന് താഴെ തോടിന്റെ അടുത്തി മുകളിലേക്ക് നോക്കിയപ്പോഴാണ് 1, 2, 3 കുരങ്ങന്മാർ എൻ്റെ കൂട്ടുകാരന്മാർ കുളിക്കുന്നത് കാണാൻ വേണ്ടി മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി വേണം എനിക്കൊന്ന് കുളിക്കാൻ. ഇനി ഇപ്പോഴൊന്നുമില്ല. അപ്പം ശരി.